കേരളത്തിലെ എപ്പിസ്കോപ്പൽ സഭകളുടെ പ്രതിനിധി സമ്മേളനം പാലാ ബിഷപ്സ് ഹൗസിൽ നടന്നു. സീറോ മലബാർ സഭയുടെ വിദ്യാഭ്യാസ എക്യൂമെനിക്കൽ കമ്മീഷനുകളുടെ ചെയർമാനും പാലാ രൂപതാധ്യക്ഷനുമായ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഈ രാജ്യത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിലാണ്. ഇന്ത്യൻ ഇൻ കൾച്ചർ, ഓറിയന്റൽ ഇൻ വർഷിപ്പ് ആൻഡ് ക്രിസ്ത്യൻ ഇൻ ഫെയ്ത്ത്. അതൊരു ട്രിപ്പിൾ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റിയാണ്, 3 ഡയമെൻഷൻ ആയിട്ടുള്ള കാര്യമാണ്. അവിടെ വ്യത്യസ്ത സഭകൾ കേരളത്തിൽ ഈ രാജ്യത്തുണ്ട്. ഒറ്റ സഭ എന്ന് പൂർണ്ണമായ വിശ്വാസത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ ഇപ്പൊ പറ്റുകയില്ലെങ്കിലും സമുദായമായിട്ട് നമ്മൾ വളരെ ശക്തിപ്പെട്ട് വരികയാണ്. ശരിക്കും മനുഷ്യൻ പറഞ്ഞ ജാതീയ സംഘം അതാണ്. ജാതിയായിട്ട് ഐക്യപ്പെടും. അത് വലിയൊരു ബലമാണ്. ഞങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷയാണ്, സേവനമാണ്, ക്രിയേറ്റീവായിട്ടുള്ളൊരു മൈനോറിറ്റിയാണ്. എല്ലാവർക്കും ഈ രാജ്യത്തിന് വേണ്ടിയാണ് നമ്മൾ സേവനം ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സന്ദേശമാണ് കൊടുക്കാനുള്ളത്. കേരളത്തിലെ വിവിധ സഭകളുടെ വിദ്യാഭ്യാസത്തിനും സഭ ഐക്യത്തിനുമായുള്ള ചുമതലകൾ വഹിക്കുന്ന മെത്രാന്മാരും വൈദികരും ആത്മായ പ്രതിനിധികളുമാണ് സീറോ മലബാർ എക്യൂമെനിക്കൽ വിദ്യാഭ്യാസ കമ്മീഷനുകളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ പങ്കുചേർന്നത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ചില വിശേഷങ്ങൾ നമുക്ക് എങ്ങനെ അതിനെ പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഇവിടെ എല്ലാവരുടെയും കൂട്ടായ ഒരു ചിന്ത സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ക്രൈസ്തവ സമൂഹം ഇവിടെ തുടങ്ങിയ കാലം മുതൽ ദേശീയ ഉന്നമനത്തിന് വേണ്ടി ആതുര സേവന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ സേവന രംഗത്തും വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളവരാണ്. വിദ്യാഭ്യാസ സാമൂഹിക രംഗങ്ങളിൽ ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങൾ യോഗം ചർച്ച ചെയ്തു. അവയിൽ പ്രധാനപ്പെട്ടവ താഴെ പറയുന്നു. ഭിന്നശേഷി പ്രശ്നത്തിൽ സർക്കാർ അടിയന്തരമായി ഉത്തരവിറക്കണം. ഇനിയും കോടതിയിലേക്ക് വലിച്ചിഴയ്ക്കാതെ പ്രശ്നം പരിഹരിക്കണം. ഭിന്നശേഷി നിയമനത്തിലൂടെ ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലെ മാനേജർമാർക്ക് ഭരണഘടന നൽകിയിരിക്കുന്ന അധ്യാപകരെ തെരഞ്ഞെടുക്കാനും നിയമിക്കാനുമുള്ള അധികാരം കവർന്നെടുക്കാനുള്ള ശ്രമത്തെ യോഗം അപലപിച്ചു. ഗവൺമെന്റ് തരുന്ന ലിസ്റ്റിൽ നിന്ന് ഇന്റർവ്യൂ നടത്തി യോഗ്യരായവരെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം ന്യൂനപക്ഷ മാനേജ്മെന്റുകൾക്ക് പുനഃസ്ഥാപിച്ചു തരണം. കഴിഞ്ഞ 2 വർഷമായി ഒരു നടപടിയും സ്വീകരിക്കാതെ പൂഴ്ത്തിവെച്ചിരിക്കുന്ന ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുകയും കമ്മീഷൻ ക്രൈസ്തവ സമുദായങ്ങളുടെ ഉന്നമനത്തിനായി നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യണം. പരിശുദ്ധ ബസേലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ക്രൈസ്തവർ നാഷണൽ ഇന്റഗ്രേഷന്റെ ദേശീയോദ്ഗ്രഥനം അവിഭാജ്യ ഘടകമാണെന്നും ഈ രാജ്യത്തിന് തന്നെ മക്കളുമാണെന്നും ഓർമ്മിപ്പിച്ചു. അധ്യക്ഷ പ്രസംഗം നിർവഹിച്ച ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ക്രൈസ്തവ സമുദായങ്ങളും സഭയും രാഷ്ട്രവും സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നതെന്നും സമുദായ ബോധം വളർത്തിയെടുക്കണമെന്നും ഉദ്ബോധിപ്പിച്ചു. ചർച്ചയിൽ മാർത്തോമാ സഭയുടെ സഫ്രഗൻ മെത്രാപോലിത്ത ജോസഫ് മാർ ബർണബാസ് പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ അധ്യക്ഷനും ഇന്റർ ചർച്ച് കൗൺസിലിന്റെ സെക്രട്ടറിയുമായ മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപോലിത്ത, ക്നാനായ സമുദായ വലിയ മെത്രാപോലിത്ത കുര്യാക്കോസ് മാർ സേവേറിയാസ്, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കോട്ടയം ഭദ്രാസന അധ്യക്ഷൻ യൂഹാനോൻ മാർ ദിയസ് കോറോസ് മെത്രാപോലിത്ത, യാക്കോബായ സുറിയാനി സഭ അങ്കമാലി മൂവാറ്റുപുഴ റീജിയൻ മെത്രാപോലിത്ത മാത്യൂസ് മോർ അന്തിമോസ്, CSI ഈസ്റ്റ് കേരള ഡയോസിസ് ബിഷപ്പ് VS ഫ്രാൻസിസ്, സീറോ മലബാർ സഭ ശംഷാബാദ് അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് കൊല്ലംപറമ്പിൽ, ക്നാനായ കത്തോലിക്ക സമുദായ കോട്ടയം അതിരൂപത സഹായമെത്രാൻ ഗീവർഗീസ് മാർ അപ്രേം, മലബാർ സ്വതന്ത്ര സുറിയാനി സഭ സെക്രട്ടറി ബിനോയ് P. മാത്യു, സീറോ മലങ്കര സഭ എക്യൂമെനിക്കൽ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജോർജ് തേക്കടയിൽ, കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് P. തോമസ്, സീറോ മലബാർ സഭ PRO ഫാദർ ടോം ആലിക്കരോട്ട് എന്നിവർ പ്രസംഗിച്ചു. വിവിധ സഭകളിൽ നിന്നുള്ള മെത്രാന്മാരെ കൂടാതെ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസികളുടെ സെക്രട്ടറിമാരും വിവിധ സഭകളുടെ വൈദിക ആത്മായ പ്രതിനിധികളും യോഗത്തിൽ സംബന്ധിച്ചു. സീറോ മലബാർ എഡ്യൂക്കേഷൻ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡൊമിനിക് ഐലു പറമ്പിൽ യോഗത്തിന് സ്വാഗതവും എക്യൂമെനിക്കൽ കമ്മീഷൻ സെക്രട്ടറി ഫാദർ സിറിൽ തോമസ് തയ്യിൽ കൃതജ്ഞതയും രേഖപ്പെടുത്തി.